ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു പച്ചടിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയിട്ട് ഇതിൻ്റെ തൊലിയും ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്ത ശേഷം ഒരു 2 കപ്പ് കുമ്പളങ്ങയുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 5-6 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/2 ടീസ്പൂൺ ഉപ്പും 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുമ്പളങ്ങ വെന്തൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ വേവിച്ചെടുത്താലും മതി. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇത് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ തേങ്ങ അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അരച്ചെടുക്കണം. കടുക് ഒരുപാട് അരയാതെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാലും മതി. അതുകൊണ്ടാണ് തേങ്ങ അരക്കുമ്പോൾ ആദ്യം തന്നെ കടുക് ചേർക്കാതിരുന്നത്. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് തേങ്ങ വെന്ത് വരാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത വെള്ളമൊക്കെ വറ്റി തേങ്ങ അരച്ചത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്ത ശേഷം 1 കപ്പ് തൈര് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വിസ്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഉടച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഞാനിതിലേക്ക് പുളിയില്ലാത്ത തൈരാണ് ചേർത്തത്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർത്താലും മതി. തൈര് ചേർത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വന്നാൽ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നാൽ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അതും ഒന്ന് മൂത്ത ശേഷം പച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കുമ്പളങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.